ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയോ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഇന്ന് ഏകദേശം OTT റിലീസ് ചെയ്തിരിക്കുന്നത് 14ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഹിന്ദി വാർ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ചാവ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളത്തിലുള്ള സിനിമയാണ്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ മലയാളം മാക്സ് വഴി അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ഹിന്ദി മൂവിയാണ്. ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ചോരി 2 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത സിനിമ ഒരു സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമയാണ്. ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ് എന്ന സിനിമ. ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സർപ്രൈസ് റിലീസാണ് കേട്ടോ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു കന്നഡ തെലുങ്ക് മൂവിയായിരുന്നു എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തെലുങ്ക് ഭാഷയിലും ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയൊക്കെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ എന്ന് വരുന്നുള്ള പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈമിലും ഈ സിനിമയുടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ള ഒരു കന്നഡ മൂവിയാണ് രാക്ഷസ എന്ന് പറഞ്ഞ സിനിമ. കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് സൺനെക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് സൂപ്പർ ബോയ്സ് ഓഫ് എ മെലഗൺ എന്നാണ് പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് G20 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്ത സിനിമ ഉള്ളത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കോർട്ട് സ്റ്റേറ്റ് വിസ നോബഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കോർട്ട് സ്റ്റേറ്റ് വിസ നോബഡി. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് ത്രില്ലർ മൂവിയാണ് പെരുസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ത്രില്ലർ മൂവിയാണ്. 18+ മൂവി കൂടിയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വീറ്റ് ഹേർഡ് എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ക്രേസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സബ്സ്ക്രൈബേഴ്സിനും ഈ സിനിമ കാണാൻ കഴിയില്ല. അതായത് ആമസോൺ പ്രൈമിലെ നോർമൽ സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു സിനിമ കാണാൻ കഴിയില്ല. പിന്നെ ഒന്നുകിൽ 349 രൂപയാണ് റെന്റ് വരുന്നത്. 349 രൂപ അടച്ചു കഴിഞ്ഞാൽ ആമസോൺ പ്രൈമിൽ ക്രാക്സി എന്ന ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. കുറെ ആൾക്കാർ കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് മൂവിയാണ് രച്ചരിക്കം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 14ഓളം സിനിമകളാണ് ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതി OTT റിലീസ് ചെയ്തിട്ടുള്ളത്. സർപ്രൈസ് റിലീസുകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ള ഒരു ഹിന്ദി ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജ്വൽ തീഫ് എന്ന് പറഞ്ഞ സിനിമ. സൈഫ് അലി ഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് തയ്യാറെടുക്കുകയാണ്. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷകളിലും അവൈലബിൾ ആയിരിക്കും എന്നുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അടുത്ത ആന്റണി വർഗീസ് വെപ്പ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ ഒരു സിനിമ ഇന്ന് അതായത് ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്താൽ അവർ ഒഫീഷ്യലി റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരുന്നെങ്കിലും അവർ ആ ഒരു സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. 11 എന്നുള്ള പോസ്റ്റ്പോൺ ചെയ്തു. 18-ാം തീയതിയിലേക്കാണ് ഈ സിനിമയുടെ റിലീസ് മാറ്റിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് 18-ാം തീയതി ഈ സിനിമ ആസ്വദിക്കാവുന്നതാണ് C5 വഴി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും ബാഡ് ബോയ്സ്, അതുപോലെ തന്നെ ചോരി 2, പൈങ്കിളി, ചാവ,
അങ്ങനെ കോട്ട്, സ്റ്റേറ്റ് വീസ, നോബഡി, പിന്നെ സൂപ്പർ ബോയ് ഓഫ് മെലഗൺ, ഈ സിനിമകളൊക്കെ കണ്ടിട്ട്, പെരിസ്, ഈ സിനിമകളൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്, ഞാൻ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിനിമകളുടെ ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം. തിയേറ്റർ റിലീസ് ചെയ്ത പിന്നെ ആലപ്പുഴ ജിംഖാന, ഗുഡ് ബാഡ് അഗ്ലി, അതുപോലെ തന്നെ ബസൂക്ക, ഈ 3 സിനിമകളും കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. മലയാളമാസം കാണണമെന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ സിനിമയുടെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.